ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡണ്ടറാൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കായെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയങ്ങളാത്ത നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടർബോ ഗ്രാനിയുടെ മുഴുവൻ പൊട്ടൻഷ്യലും കണ്ടുപിടിച്ച് ഓക്കറൂൺ ജിജിയുമായി ഫൈറ്റ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലെയല്ല, ജിജിയുമായി കട്ടയ്ക്ക് ഓക്കറൂൺ പിടിച്ചു നിൽക്കുന്നു. തന്റെ കേൾസ് പവർ ഉപയോഗിച്ച് ജിജി ഓക്കറൂണിനെ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട ഓക്കറൂൺ ജിജിയെ ഒറ്റയടി അങ്ങ് അടിക്കുന്നു. തെറിച്ചുപോയ ജിജി പൊളിഞ്ഞടക്കുന്ന ആ വീട് വീണ്ടും പൊളിച്ചു കളയുന്നു. ഇത് ശരിക്കും വളരെ ഫൺ ആയിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സമയം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. വാ, നമുക്കൊരു റൗണ്ട് കൂടെ പോകാം. കമോൺ, പെട്ടെന്ന് ട്രാൻസ്ഫോം ആവാ. ഇന്ന് ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. ഓ നോ, ടക്കാക്കുറ അവന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു. ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? ഇല്ല, ഇത് ഇനിയും അവസാനിച്ചിട്ടില്ല. ആരും ഞങ്ങളുടെ ഇടയിലോട്ട് വരരുത്. ഹേ മുത്തശ്ശി, നമുക്ക് ഓക്കറൂണിനെ സഹായിച്ചേ പറ്റൂ. ഇല്ല, വേണ്ട. നമ്മൾ ഇതിൽ തലയിട്ടാൽ അവസാനം ആ കേഴ്സിനെ ഒഴിപ്പിക്കേണ്ടി വരും. വരുന്നിടത്ത് വെച്ച് കാണാം. ഏയ്, നീ എന്താ ചിന്തിക്കുന്നതെന്ന് പറ. ഇവനെ നേരിടാൻ മറ്റുള്ളവരുടെ സഹായം നിനക്ക് വേണോ? പേടിച്ച് നിന്റെ കാൽ വിറയ്ക്കുന്നത് എനിക്ക് കാണാനുണ്ട്. ഇപ്പൊ അവന്റെ കയ്യിൽ നിന്നും ഒരടി കിട്ടി നീ തെറിച്ചു പോകും എന്ന് ടർബോ ഗ്രാനി അവനോട് പറയുന്നു. അപ്പോഴാണ് ആ ഈവിളായി അവന്റെ അടുത്തോട്ട് വരുന്നത്. മുഖത്തോട്ട് നോക്കടാ, എനിക്ക് ഇങ്ങനെ കാത്തിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. മര്യാദക്ക് ട്രാൻസ്ഫോം ആയി എന്റെ കൂടെ ഫൈറ്റ് ചെയ്യേ എന്ന് ഈവിളായി അവനോട് പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഒരു ഫൈറ്റിന് തന്നെ തയ്യാറെടുക്കുന്നു. ഇല്ല, നിന്നെ പോലൊരു കഴിവില്ലാത്തവനെതിരെ ഞാൻ ഇനി ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. എത്ര റൗണ്ട് ഫൈറ്റ് ചെയ്താലും നീ തന്നെയായിരിക്കും തോൽക്കാൻ പോകുന്നത്. പിന്നെ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്ന? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ നോക്കി ഒരു കഴിവില്ലാത്തവനെന്ന് നീ വിളിക്കും? ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. പോടാ കഴിവില്ലാത്തവനെ. എന്റെ പവർ എന്താണെന്ന് നിനക്ക് അറിയില്ല. ഓ, നീ പോയി സ്ട്രോങ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം. നീ സ്ട്രോങ് ആയി വന്ന് ഒരു 1-on-1 ഫൈറ്റിനാണെങ്കിൽ ഞാൻ റെഡിയാണ്. ലേഡീസിന്റെ മേളിൽ കൈവെക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ ഈ പരിസരത്തോട്ട് തന്നെ വരണ്ട. ഓ ശരി, ഞാൻ നിന്റെ കൂടെ മാത്രമേ ഫൈറ്റ് ചെയ്യൂ. മനുഷ്യരാശിയെ മുഴുവനും ഇല്ലാതാക്കൂന്ന് പറഞ്ഞ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഇല്ല, എല്ലാ ദിവസവും ഞാൻ നിന്റെ കൂടെ മാത്രമേ ഫൈറ്റ് ചെയ്യൂ. അത് പറ്റില്ല. എനിക്ക് സ്കൂളിൽ പോണം, പിന്നെ ഒരുപാട് പണിയുണ്ട്. വേണമെങ്കിൽ വീക്കിലി ഒരു ദിവസം നമുക്ക് ഫൈറ്റ് ചെയ്യാം. സോ ഓക്കറൂൺ ആ ഈവിളായിയെ സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുവാണ്. ഹേ കള്ളക്കിളവി, ഓക്കറൂണും നീയും എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നീ വിചാരിക്കുന്ന പോലെ വലിയ പ്ലാനിങ് ഒന്നുമില്ല. ആ ഈവിളായുടെ കൂടെ കളിക്കാൻ അവൻ തീരുമാനിച്ചു. സോ ആ ഈവിളായെ സംബന്ധിച്ച് ഒരാളുടെ ജീവൻ എടുക്കുന്നതും അവന്റെ കളിയുടെ ഭാഗമാണ്. ടർബോ ഗ്രാനി പറഞ്ഞതനുസരിച്ച് ആ ഈവിളായി ഇപ്പോ ജനിച്ചു വീണ ഒരു കുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ കൂടെ കളിക്കാൻ അവൻ ഒരാളെ വേണം. എങ്ങനെയെങ്കിലും ഞാൻ അവനേക്കാൾ പവർഫുൾ ആയി മാറിയാൽ എന്നെ അല്ലാതെ അവൻ ആരെയും ശ്രദ്ധിക്കില്ല. എന്നാ മാത്രമേ അയാസയെയും മറ്റുള്ളവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കൂ. അവൻ ഈക്വലായിട്ട് ഞാൻ നിന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആകാൻ സാധിക്കും. ലിസ്റ്റ് ഇനിയും അവസാനിച്ചിട്ടില്ല. നീ എന്റെ കൂടെ മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പാടൂ, വേറെ ആരെയും കൊല്ലാൻ പാടില്ല. എല്ലാ ആഴ്ചയിലും സ്കൂൾ അവസാനിച്ചാൽ മാത്രമേ ഫൈറ്റ് ചെയ്യൂ. ഈ മനുഷ്യരാശിയെ മുഴുവൻ ഇല്ലാതാക്കാനാണ് എന്റെ ലക്ഷ്യം. എന്തൊക്കെ സംഭവിച്ചാലും ഈ ഡീലിന് ഞാൻ ഓക്കെ പറയില്ല. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ നീ ഇത് സൂക്ഷിച്ചു വെച്ചോ. ബാക്കിയെല്ലാം പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് പഴയതുപോലെ ആവാണ് ജിജി. ഞാൻ ഇപ്രാവശ്യം നിന്നെ കൊണ്ട് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇനി ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകാനും പോകുന്നില്ല. പഴയതുപോലെ ഒരു മനുഷ്യനെ പോലെ നിനക്ക് ജീവിക്കാം. ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് ജിജി. ഒരു ചെടിയെങ്കിലും എടുത്തിടറേ എന്ന് മുത്തശ്ശി അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവന്റെ ആ കേഴ്സ് ബാധിച്ച അണ്ടർവെയർ എടുത്തുകൊണ്ട് പോകുന്ന മാഞ്ചറോയെയാണ്. ഇത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാഞ്ചറോ അവിടെ നിന്നും പോകുന്നു. ഇതേ സമയമാണ് ഹോസ്പിറ്റലിലായിരുന്ന ജിജിയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നത്. ജിജിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അവർ. ഹേ ജിജി, ട്രെയിനിങ് ചെയ്യാണ്ടിരിക്കരുത്. ആ കേഴ്സ് നിന്നെ വിട്ടു പോയിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തീർച്ചയായിട്ടും നീ ഇങ്ങോട്ട് വരണം എന്ന് മുത്തശ്ശി അവനോട് പറയുന്നു. അങ്ങനെ ഇത്രയും കാലം ജിജിയെ സഹായിച്ചതിന് അവരെല്ലാവരോടും നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. സോ ഈവിളായിയെ നോക്കാൻ വേണ്ടി വന്ന ഐറയും ഓക്കറൂണും അവിടെ നിന്നും പോകുന്നു. ശരി മിസ് അയാസെ, നാളെ സ്കൂളിൽ വെച്ച് കാണാം എന്ന് കാഷ്വലായി പറഞ്ഞ് അവിടെ നിന്നും പോകാൻ നിൽക്കുവാണ് ഓക്കറൂൺ. ഹേയ് ഓക്കറൂൺ, അത്രേ ഉള്ളോ? വേറെ ഒന്നും നിനക്ക് പറയാനില്ലേ ഓക്കറൂൺ എന്ന് അയാസ അവനോട് ചോദിക്കുന്നു. എന്നാ അവർ രണ്ടുപേരും അത്ര ക്ലോസ് ആയി നിൽക്കുന്നത് കണ്ട ഐറ, നീ എന്താടി എന്റെ ചെക്കനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളോട് ചൂടാകുന്നു. ഹേയ് മിസ് ഷിറാട്ടോറി, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഓക്കറൂൺ അവളെ വിളിച്ചു കൊണ്ടുപോകുന്നു. ശരി, ഇനിയിപ്പോ കുറച്ചു നേരം വിശ്രമിക്കാം എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന അയാസ കാണുന്നത് മുഴുവനായും തകർന്നു കിടക്കുന്ന തങ്ങളുടെ വീടാണ്.
ഇനി ഇത് നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് സൂപ്പർ ബാത്ത് ഹൗസിലോട്ട് പോകാം. എന്ന് പറഞ്ഞൊന്ന് കൂളാവാൻ വേണ്ടി അവർ ഹോട്ട് സ്പ്രിംഗിൽ പോയി കുളിച്ച് മസാജ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്താണ് വീടിനെ പറ്റി അവർ ആലോചിക്കുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന അവർ കാണുന്നത് വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളെയാണ്. തങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ച് അവർ രണ്ടുപേരും അതിന് ഒറ്റ ചവിട്ട് അങ്ങ് കൊടുക്കുന്നു. ഡേയ്, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് നിനക്കറിയില്ലേ? ആരോട് ചോദിച്ചിട്ടാ നീ ഇങ്ങോട്ട് കേറിയത്? അപ്പോഴാണ് ആ ഏലിയനെയും അതിന്റെ കുട്ടിയെയും കൊണ്ട് ഓക്കറൂണും മൈറയും അങ്ങോട്ട് വരുന്നത്. സോ വീടെല്ലാം തകർന്നു പോയത് കൊണ്ട് അത് റീബിൽഡ് ചെയ്യാൻ ഓക്കറൂൺ ഏലിയന്റെ സഹായം ചോദിക്കുന്നു. സോ വീട് പുനർനിർമ്മിക്കാനുള്ള സഹായത്തിന് വേണ്ടി വന്നതാണ് ആ ജീവി. അതിനെ അടിച്ചത് കാരണം അയാസ് അതിനോട് സോറി ചോദിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല. സുന്ദരിയായ ഒരു കുട്ടി അവനെ തൊട്ടത് കാരണം അവൻ സന്തോഷത്തിൽ ചാടി കളിക്കുന്ന കണ്ടില്ലേ? എന്നാ ഏലിയൻ അവളോട് പറയുന്നു. സത്യത്തിൽ അത് അവളെ പച്ചത്തെറി വിളിക്കുവാണ്. ഇവന്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ചാടി കളിക്കുന്ന പോലെ തോന്നുന്നില്ലല്ലോ. വീടുണ്ടാക്കുന്ന കാര്യത്തിൽ ഇവൻ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. ഹേയ്, രാവിലെ തൊട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുവല്ലേ? വീട്ടിൽ പോയി കുട്ടിയെയും കളിപ്പിച്ചിരുന്നൂടെ നിങ്ങൾക്ക്? ഇല്ല, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ എനിക്ക് ചെയ്ത സഹായത്തിന് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അതെ, എന്നെയും നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്കും നിങ്ങളെ സഹായിക്കണം. ഹേയ്, എനിക്ക് നിങ്ങളുടെ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് മുത്തശ്ശി അവരോട് പറയുന്നു. ഹേയ് ഇല്ല, നിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണെന്ന് എനിക്കറിയാം എന്ന് ഓക്കറൂണും പറയുന്നു. ഇത് കേട്ട് മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങളെ സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് അയാസ് അവരോട് ചോദിക്കുന്നു. തീർച്ചയായിട്ടും, അതിനല്ലേ ഞങ്ങൾ വന്നേ. വീടുണ്ടാക്കാനുള്ള നാനോ സ്കിൻ ടെക്നോളജിയാണ് ഇത് എന്ന് പറഞ്ഞ ഏലിയൻ ഒരുപാട് ക്യൂബ് അങ്ങോട്ട് കൊണ്ടുവരുന്നു. അതുപയോഗിച്ച് നമ്മൾ വിചാരിക്കുന്ന എന്ത് രൂപം വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. ഇത് കണ്ട് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ നാനോ സ്കിൻ ഞങ്ങളുടെ ഗ്രഹത്തിൽ ഹൈ ഡെൻസിറ്റി നാനോ വിഷൻസ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നാനോ സ്കിൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ആ രൂപം മനസ്സിലുണ്ടെങ്കിൽ അത് നശിച്ചു പോയാലും വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കേട്ട അയാസെ ഒരു ബുദ്ധന്റെ രൂപം ഉണ്ടാക്കുന്നു. എന്നാൽ ഇതേ സമയം മുത്തശ്ശി വീടിന്റെ പണി ആരംഭിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് സമയമെടുത്ത് അവരെല്ലാവരും ചേർന്ന് ആ വീട് പുനർനിർമ്മിക്കുന്നു. ഹേയ് ഓക്കറൂൺ, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഐറ. ഒരുപാട് കാലം ഈ വീട്ടിൽ നിന്നതുകൊണ്ട് എനിക്ക് എന്റെ വീടായിട്ട് തോന്നി. അങ്ങനെ അങ്ങ് വിട്ടുപോവാൻ എനിക്ക് തോന്നിയില്ല എന്ന് ഓക്കറൂൺ അവളോട് പറയുന്നു. നീ പറഞ്ഞത് ശരിയാ. രണ്ടുപേർ താമസിച്ചിരുന്ന ഈ വീട്ടിലോട്ട് നിങ്ങൾ ഇത്രയും പേർ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതിപ്പോ എല്ലാവരുടെയും വീടാണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം ഓക്കറൂൺ. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. ഒരുപാട് നന്ദിയുണ്ടെന്ന് അയാസെ വിളിച്ച് പറയുന്നു. 2-3 ദിവസമായി നല്ല പോലെ ഉറങ്ങാത്തത് കൊണ്ട് അയാസയും മുത്തശ്ശിയും ഉറങ്ങാൻ വേണ്ടി പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജിജിയും അവന്റെ അച്ഛനും അമ്മയും ഒരു കൊട്ട വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നതാണ്. സോ തകർന്നു പോയ അയാസയുടെ വീട് ശരിയാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടായിരുന്നു അവർ വന്നിരുന്നത്. ഹേയ്, ഒച്ചയുണ്ടാക്കല്ലേ, മുത്തശ്ശി ടയർഡായി ഉറങ്ങുവാണ്. പിന്നീട് നമ്മൾ കാണുന്നത് സ്കൂളിലോട്ട് പോകുന്ന ജിജിയെയും അയാസയെയുമാണ്. നടന്നതിനെല്ലാം എന്നോട് ക്ഷമിക്ക്. ഏയ്, അതിലൊന്നും കാര്യമില്ല. ആ ഇവളായി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ച് പറയാണ്ടിരിക്കുന്നതാ നല്ലത്. ഇവിടെ നിന്നും പോയത് മുതൽ ഇടയ്ക്കിടയ്ക്ക് അത് വരും. പക്ഷെ അവൻ ഒരു പ്രശ്നവും ഉണ്ടാക്കാറില്ല. കൊടുത്ത വാക്ക് പാലിക്കാൻ അവൻ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു തന്ന ട്രെയിനിങ് കാരണമാണോ എന്ന് എനിക്ക് അറിയില്ല. ആ ഇവളായും ഞാനും ഒന്നായതുപോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ അവൻ അത്ര മോശമൊന്നുമല്ല. ഈ ലൈഫ് എൻജോയ് ചെയ്യാൻ അവൻ തുടങ്ങിയിരിക്കുന്നു. ഓ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലോട്ട് വരാൻ മറക്കണ്ട എന്ന് അയാസ് അവനോട് പറയുന്നു. ഇത് കേട്ട് ജിജി അവളെ തന്നെ നോക്കുന്നു. ഹേയ് മോമോ, നിനക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോമോ മിണ്ടാണ്ട് നിൽക്കുന്നു. എന്ത് പറ്റി മോമോ? നീ എന്നെ ഇപ്പോഴും മറന്നില്ലേ? ഡേയ്, നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ അവരവിടെ അടികൂടുന്നു. അപ്പോഴാണ് ജിജിയുടെ ഒരുപാട് ഫാൻസ് അങ്ങോട്ട് വരുന്നത്. ഹേയ് ജിജി, എവിടെയായിരുന്നു നീ ഇത്രയും കാലം? ഞങ്ങൾ നിന്നെ എത്രത്തോളം മിസ് ചെയ്തു എന്ന് അറിയോ നിനക്ക്? ഹേയ് ജിജി, ഇത് നോക്ക്, പുതിയ ഫ്ലേവർ റിലീസ് ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കണോ? ഇത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന മോമോ കാണുന്നത് ഈവളായി മാറിയ ജിജിയാണ്. പക്ഷെ മുൻപത്തേതുപോലെയല്ല, ഇപ്പൊ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവൻ നിൽക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കിയിരിക്കും. ജിജി, നിനക്ക് എപ്പോഴും കുട്ടികളിയാ. ഗേൾസിന്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്ക് അറിയില്ലേ എന്ന് പറഞ്ഞ അയാസ് അവനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ഡേയ്, പെട്ടെന്ന് ജിജിയായി മാറടാ. ഇല്ല, ഇത് കുടിക്കാതെ ഞാൻ അങ്ങോട്ടും പോകില്ല. പെട്ടെന്നാണ് ഫുട്ബോൾ കളിക്കുന്ന ശബ്ദം ജിജി കേൾക്കുന്നത്. വളരെ വേഗത്തിൽ അങ്ങോട്ട് ഓടിച്ചെന്ന ജിജിയെ കൈവച്ച ബോൾ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. ബോൾ പോസ്റ്റിലോട്ട് ഇടുന്നതിന് പകരം അവിടെയുള്ള ആളുകളെയാണ് അവൻ അടിച്ച് തെറിപ്പിക്കുന്നത്. ജിജിയെ പഴയതുപോലെ ആക്കാൻ ചൂടുള്ള ഒന്നും അയാസയ്ക്ക് കിട്ടുന്നില്ല. ഓ നോ, ഇവനെ ക്ലാസ്സിലോട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹേയ്,
ഈ ജീജിക്ക് എന്ത് പറ്റി? എല്ലാവരെയും കൊല്ലാൻ പോവാന്നൊക്കെ പറഞ്ഞ് നടക്കുവാണല്ലോ. ഒരു പക്ഷെ ജിജിയുടെ ശരീരത്തിൽ പ്രേതം വല്ലതും കേറി കാണുമോ? അതെ, ഒരു പക്ഷെ അവന്റെ കയ്യിൽ ഗോൾഡൻ ബോൾസ് ഉണ്ടായിരിക്കും എന്ന് അയാസയുടെ ഫ്രണ്ട്സ് പരസ്പരം പറയുന്നു. ഏയ്, നിങ്ങൾക്ക് എങ്ങനെ അതിനെപ്പറ്റി അറിയാം? ഓ, നിന്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ല അല്ലേ? നമ്മുടെ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട ചർച്ച അതിനെ കുറിച്ചാ. ഹൗസിംഗ് കോംപ്ലക്സില് ഒരു ഗോസ്റ്റ് ഉണ്ടത്രേ എന്ന് പറഞ്ഞ അവർ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.